ദിനത്തിൽ സ്വർഗത്തിൽ നിന്ന് നമ്മൾ കേട്ട ഒരു സന്ദേശമാണിത്. ആരാണ് ഈ സന്മനസ്സുള്ള മനുഷ്യർ? സാധ്യതകൾ ഉണ്ടായിട്ടും ന്യായം കൂടെ ഉണ്ടായിട്ടും വിജയം സുനിശ്ചിതമായിരുന്നിട്ടും കൂടെ നിൽക്കുന്നവന്റെ വേദന മനസ്സിലാക്കി സ്വയം ചെറുതാവുന്നതാണ് സന്മനസ്. ഞാനാണ് ശരി എന്ന് സ്ഥാപിക്കുവാനുള്ള ഒരു വ്യഗ്രതയിലാണ് നമ്മൾ എല്ലാവരും. അതുകൊണ്ട് ഒരല്പം താഴ്ന്നു കൊടുക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ സന്മനസ്സുള്ളവരാണ്. തീർച്ചയായും സമാധാനം നമ്മുടെ കൂടെയുണ്ട്. ലാഭേച്ഛയില്ലാതെ ഉള്ളത് കൊടുക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ അതും സന്മനസ്സാണ്. തന്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ലോകത്തെ അത്രയധികമായി സ്നേഹിച്ച ഒരു ദൈവത്തെ കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഓരോ ക്രിസ്തുമസും. തീർച്ച കിട്ടും എന്ന് പ്രതീക്ഷിക്കാതെ നിങ്ങൾക്ക് കൊടുക്കുവാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതും സന്മനസ്സാണ്. സമാധാനം നിങ്ങളോടൊപ്പമുണ്ട്. ഉണ്ണീശോയുടെ ജനനത്തിൽ ചുറ്റുമുണ്ടായിരുന്നവരൊക്കെ ഇങ്ങനെ സന്മനസ്സുള്ളവരായിരുന്നു. തങ്ങളുടെ സാധ്യതകളെ ഒക്കെ ഈശോയ്ക്ക് വേണ്ടി മാറ്റിവെച്ച മറിയവും യൗസേപ്പിതാവും പരിമിതമായ തങ്ങളുടെ സാഹചര്യങ്ങളെല്ലാം തിരുപ്പിറവിക്കായി കടം കൊടുത്ത ആട്ടിടയന്മാരും പൊന്നും മീറയും കുന്തിരിക്കവും കാഴ്ചവെച്ച പൂജ രാജാക്കന്മാരും ഇത്തരത്തിൽ സന്മനസ്സുള്ളവരായിരുന്നു. ഈ ക്രിസ്മസ് ഒരുക്ക ദിവസങ്ങളിൽ നമുക്കും പ്രാർത്ഥിക്കാം, എന്നെയും ഒരു സന്മനസ്സുള്ള കുഞ്ഞാക്കി മാറ്റണമേ എന്ന്. ജയ് മിഷൻ ലീഗ്.